ചതി. ഞാന് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ചതി എന്നാണ് പറയട്ടെ. പലരും ചെയ്യുന്ന കർമ്മങ്ങളിൽ വേണ്ടുന്നതായ രീതിയിൽ ചെയ്യാതെ, ഞാനടക്കട്ടെ, ചെയ്യുന്ന കർമ്മങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാതെ അത് മറ്റുള്ളവരുടെ പേടിക്ക് ഇട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നിട്ട് അതായത് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരുടെ പേടിക്കിടുന്ന ഒരു പരിപാടി, ഇതാണ് ചതി. എനിക്ക് ചെയ്യാനൊരു കർമ്മം, ഞാനത് ഗംഭീരമായിട്ട് ചെയ്താൽ മതി. എനിക്കെന്താ ചെയ്യാനുള്ളത്? എനിക്കെന്താണ് ചെയ്യാനുള്ളത്? അത് കർമ്മമാണ്. എനിക്ക് ചെയ്യാനുള്ള കർമ്മം എന്ത്? ഇത് ഞാൻ വ്യക്തമായിട്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ചെയ്യും. പക്ഷെ ഇതിന് തടസ്സം വരും. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് തടസ്സം വരും. ആരിലൂടെയാണ് കർമ്മത്തിന് തടസ്സം വരിക? ചതി. അത് വേറൊരു ചതിയാണ്. സത്യം പറഞ്ഞാൽ ഓരോ വിധത്തിലുള്ള ചതികൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. പാര എന്നാണ് നമ്മളിതിനെ പറയുന്നത്. പലരും പറയാ കേരളത്തിൽ പറയാ പാര. ഇഷ ഫൗണ്ടേഷൻ, അതില് ആ വ്യക്തി ചെയ്യുന്നത് നല്ല കർമ്മ, പല വിധത്തിലും നല്ല നല്ല കർമ്മമാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ വളച്ചൊടിക്കാനായിട്ട് ഒരു കൂട്ടർ, ആള് പണ്ട് കോഴിയുടെ ബിസിനസ് ആയിരുന്നു, ഇതായിരുന്നു. സത്യമാണ്, ആള് കോഴിയുടെ ബിസിനസ്സാണ് ചെയ്തത്. അതൊക്കെ നല്ല റിയൽ ആയിട്ട് അറിയുന്ന സംഭവം. ആളുടെ ഭാര്യയെ കൊന്നു, ഇതാക്കി എന്നൊക്കെ പറയാൻ വേറൊരു കൂട്ടർ. പിന്നെ വേറൊരു സന്യാസി, ഇപ്പൊ അടുത്ത് കുറച്ച് മുന്നേ ഒരുപാട് പേര് മരണം സംഭവിച്ച ഒരു സന്യാസിയുടെ ഒരു കഥ. പിന്നെ മാതാമന്ദൻ, സായിബാബ, ഇവരെയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ തേജോവധം ചെയ്യാനായിട്ട് ഒരു കൂട്ടര് അത് ഒരു നല്ലത് വരുമ്പോ തീർച്ചയായിട്ടും അതിന് ചീത്തതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം അവിടെ ഉണ്ടാവും. എനിക്ക് കുറച്ച് നല്ല കാര്യം ചെയ്യാനുണ്ട്, എൻ്റെ ഈ നല്ല കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾ എൻ്റെ ചുറ്റിലും തന്നെ ഉണ്ട്. ഇവനത് ചെയ്യാൻ പാടില്ല, ഇവൻ അങ്ങനെ ചെയ്യാനേ പാടില്ല, ഇവനത് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം. ഇപ്പൊ ഞാൻ ബ്രഹ്മകുമാരീസിനെ പറ്റി പറയാൻ തുടങ്ങിയതോട് കൂടിയിട്ട് എനിക്ക് ഏറ്റവും വലിയ പാര അവിടെ നിന്നാണ്. ബ്രഹ്മകുമാരീസ് മാത്രമാണ്. വേറൊരാളില്ലേ, നമ്മുടെ കൂടെ കിടന്ന ഒരാളില്ലേ, ആളുടെ അടുത്തൊന്നും പാരുണ്ടാവും. പിന്നെ വീട്ടിലെ അമ്മയില്ലേ, പെങ്ങളില്ലേ, ഇവർക്കൊന്നും ഇത് ഇഷ്ടമല്ല. ബ്രഹ്മകുമാരീസിൽ ഞാൻ പോണതോ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ ഒന്നും ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ ഈ കോലത്തിൽ ഇറങ്ങാൻ തുടങ്ങിയാലോ ഇതും അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താ? ആത്മീയത. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആത്മീയത. ലൗകികത ഇഷ്ടമില്ലായൊന്നുമില്ല, ലൗകികത വളരെ ഇഷ്ടമുള്ള സംഭവം തന്നെ. ലൗകികവും അലൗകികവും. ആത്മീയതോ എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. രണ്ടും വേണം. എന്നിട്ട് തന്നെ ഈ കലിയെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കാൻ തന്നെ കഴിയുള്ളൂ. കാരണം ഇപ്പൊ ശരീരത്തിന്റെ അകത്തിരിക്കുന്ന ആ സത്യം, അതാണ് റിയൽ സത്യം, ആത്മാവ്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അഗ്നി കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല, വെടിക്കോപ്പ് വെച്ച് പുകച്ച് നശിപ്പിക്കാൻ പറ്റില്ല, വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ളൊരു ചൈതന്യമാണ് ആത്മശക്തി. പക്ഷെ ഇതിന്റെ പവർ നശിക്കും, ശക്തി നശിക്കും, ഗുണങ്ങൾ നശിക്കില്ല, മെർജാവും. അത് ഒന്ന് അന്തർലീനമാണ്. അതിന് ബാഹ്യർലീനതയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ്, ബാഹിർമുഖിയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് ശരിക്കും രാജയോഗ മെഡിറ്റേഷൻ. അതായത് നമ്മുടെ ഉള്ളിൽ കുറെ അറിവുകളുണ്ട്. ഈ അറിവുകൾ വെച്ച് നമ്മൾ ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കും. ഇപ്പോ ബ്രഹ്മകുമാരീസ് തന്നെ
നല്ലൊരു രാജയോഗിനിയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രഹ്മകുമാരീസിലെ ശിവാനി സിസ്റ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ. ഇവർ കേരളത്തിലായിരുന്നു. നോക്കണേ, ഇവർ കേരളത്തിലായിരുന്നുവെങ്കിൽ ഇവരെ സത്യം പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് വളരാൻ കേരളം സമ്മതിക്കില്ല. അപാരമാരായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇവർ തകർത്തടിക്കും. കേരളത്തിലുള്ള ഒരു കത്തിനും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല എന്നാൽ വലിയ PhD ഉണ്ടാവും, ഡബിൾ PhD ഉണ്ടാവും, അല്ലെങ്കിൽ ട്രിപ്പിൾ PhD ഉണ്ടാവും. പക്ഷെ കേരളീയന് മലയാളം വിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇത്രയും കസർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഒരു ഹാഫ് കേരളീയനായിരിക്കും. ഫുൾ കേരളീയന് ഒരു കാരണവശാലും ഇങ്ങനെ കഴിയില്ല. ഭയങ്കര പ്രയാസം ഉണ്ടാവും. ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. ഒരു ഹാഫ് കേരളീയനാണെങ്കിൽ, അതായത് അമ്മ നോർത്ത് അച്ഛൻ കേരളീയൻ, അല്ലെങ്കിൽ അച്ഛൻ നോർത്ത് അമ്മ കേരളീയൻ, ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുവിധം ലാംഗ്വേജുകളിലും ഹൈ പ്രൊഫഷണൽ ആയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ശിവാനി സിസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസർത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് ഹൈ ലെവലാണ് ലാംഗ്വേജിൽ തന്നെ. പിന്നെ യോഗം അടിപൊളിയാ, പക്കാ യോഗ തന്നെയാണ്, പക്കാ യോഗ. പക്ഷെ കേരളത്തിലാണെങ്കിൽ ഇവരുടെ കുറ്റങ്ങൾ മാത്രമേ കാണൂ. അതായത് അവർ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് ഇവർ ഈ വർത്താനൊക്കെ പറഞ്ഞ് വെള്ളി സാരി എടുക്കാൻ നടക്കണ നേരം കൊണ്ട് അവർക്ക് കുട്ടികളെയും പ്രസവിച്ച് ഒരു കുടുംബം നോക്കിക്കൂടെ? ഇതാണ് പറയുക. ഇത് പറയുക മാത്രമല്ല, അത് അവരുടെ ചെവിയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും സ്ഥിരമായിട്ട്. നിങ്ങൾ ഈ പറഞ്ഞ കസർത്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി എവിടെ? നിങ്ങളുടെ കുടുംബം എവിടെ? നിങ്ങളുടെ ഭർത്താവ് എവിടെ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ എവിടെ? ഈ കേരളീയന്റെ ഒരു പൊതുദോഷം തന്നെ എന്താണ്? നായൊട്ട് തിന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല. ഇതാണ് ഏറ്റവും വലിയ ചതി. കേരളത്തിന്റെ ഏറ്റവും വലിയ ചതി എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോ, തിന്നുമില്ല തീറ്റിക്കില്ല. ചെയ്യണം ചെയ്യട്ടെ, ചെയ്യണം ചെയ്തു പോട്ടെ, എന്താന്ന് വെച്ചാൽ ചെയ്തു പോട്ടെ, അതിന് സമ്മതിക്കില്ല. ഇതാണ് ഏറ്റവും വലിയൊരു ചതി. ബ്രഹ്മകുമാരീസിലും നടക്കുന്നുണ്ട്. കേരളത്തിന്റെ ബ്രഹ്മകുമാരി സെന്ററുകളിലും നടക്കുന്ന സംഭവം ഇത് തന്നെയാണ്. അതായത് അവിടെ ഇന്നും ബ്രഹ്മകുമാരി സെന്ററുകൾ വിജയിക്കാനുള്ള പ്രധാന കാരണം അവിടെ വർഷങ്ങളായി 30, 40, 50 വർഷമായിട്ട് യോഗം ചെയ്യുന്ന ആളുകളല്ല. അവിടെ വളരെ നിസ്വാർത്ഥമായ രീതിയിൽ വരുന്ന കുറേ അമ്മമാരുണ്ട്, കുറേ കുട്ടികളുണ്ട്. അവരുടെ നിസ്വാർത്ഥ പരിശ്രമം അല്ലാതെ 50, 60 വർഷമായിട്ട് വെള്ളയും വെള്ളിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാണോ എന്നും പറഞ്ഞ് നിൽക്കുന്നവർ മാത്രമല്ല, അവരെക്കാളും നല്ല ഭംഗിയിൽ സേവനം ചെയ്യുന്ന ഒട്ടേറെ വ്യക്തികളുണ്ട്. അവരുടെ നിസ്വാർത്ഥത അനുഭവമാണ്. പക്ഷെ സ്റ്റേജിലും അരങ്ങിലും ഒക്കെ കാണാൻ കഴിയുന്നത് വേറെ വേറെ വ്യക്തികളാണ്. അവര് ചെയ്യുന്നുണ്ട്, മോശമായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നല്ല, അവര് ചെയ്യുന്നുണ്ട്, പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അവര് റിയലി ആയിട്ട് അവരെന്താണോ ചെയ്യേണ്ടത് അത് അവർ ചെയ്യുന്നില്ല. അത് അവർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ചെയ്യുന്നവരെ ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ബ്രഹ്മകുമാരീസിന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് പറയാണ്ട്. ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ കിട്ടണം. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പർമാർ വേണം. പല പല കാര്യങ്ങളുണ്ട്. എത്ര യുവാക്കൾ അവിടെ നിന്ന് പോയി എന്നറിയാം. ഈ പാലക്കാട് കോട്ടക്കൽ സെന്ററുകളിലൊക്കെ ജന്മെടുത്തിട്ടുള്ള എത്ര യുവാക്കൾ അവിടെ നിന്ന് നിർത്തിപ്പോണുണ്ട്. എത്ര പേര് അവര് പിന്നെ വേറെ സെന്ററുകളിലേക്ക് പോകണം. ഒന്നുകിൽ അവരൊന്നും മിണ്ടാതെ വേറെ സെന്ററുകളിലേക്ക് പോകും. അങ്ങനെയുള്ളവരുണ്ട്. അല്ലാച്ചാൽ ഇത് നിർത്തിയിട്ട് അവർ വേറെ ബിസിനസ് തുടങ്ങുന്നവരുണ്ട്. എന്ന് കരുതിയിട്ട് അവർക്ക് ബാബയിൽ നിശ്ചയമില്ലാഞ്ഞിട്ടോ അതായിട്ടൊന്നുമല്ല. ഇവിടത്തെ പ്രശ്നങ്ങളാണ്, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളാണ്. കേരളത്തിലിട്ടാ പുറത്തു പോകണ എത്ര ആൾക്കാരുണ്ട്, പുറത്തു പോയി അവിടെ സേവനം ചെയ്യുന്ന എത്ര പേരുണ്ട്, ഒരുപാടുണ്ട്. ഇവര് ജന്മം കൊടുത്താണ്. ഇവര് ബ്രഹ്മകുമാരീസിലെ ജ്ഞാനവും കാര്യങ്ങളൊക്കെ കൊടുത്താണ്.
പിന്നീട് ഇവർ പുറത്തേക്ക് പോവാണ്, ഇവരുടെ അവിടുത്തെ ചെറുപ്പക്കാർ പുറത്തേക്ക് പോവാണ്. കാരണം അതിന്റെ റിയാലിറ്റി അവർക്ക് മനസ്സിലായി. ചിലര് മനസ്സിലാവാതെ പോണവരുണ്ട്. എന്താന്ന് വെച്ചാൽ 140 രാജ്യങ്ങളിലില്ലേ, 140 രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ വേറെ രാജ്യത്തിൽ പോയാലും നമുക്ക് ജ്ഞാനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടൊരു ഇതില്ല. ബാബയാണെങ്കിലോ എവിടെ പോയിട്ടാണെങ്കിലും നിങ്ങൾ ഇത് എടുത്തോന്നേ പറയുള്ളൂ. ചതി, ഈ ചതി നടത്തണം. അതായത് ഇപ്പൊ എനിക്കെതിരെ നന്നായി നെഗറ്റീവ് സങ്കല്പങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വലിക്കുന്നുണ്ടിട്ടാ, നന്നായി വലിക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം, നന്നായി പോസിറ്റീവ് ചെയ്യാൻ അറിയാഞ്ഞിട്ടൊന്നല്ല, നല്ലൊരു കഠിനമായ തടസ്സമാണ്. ഞാനത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ എനിക്ക് ഇത്ര കൂടുതൽ ചെയ്യേണ്ട ആ ഒരു ടൈം കിട്ടില്ല. കാരണം കുറെ സമയം വേണ്ട ഇതിന്, ഇത് പറയണമെങ്കിലും വേണ്ട കുറച്ച് ചിന്തിക്കാനൊക്കെ. ഇപ്പൊ ഞാനിത് എഴുതി വെച്ച് ഓരോന്ന് പറയുന്നല്ല. ഒരു 10 മിനിറ്റ് ഞാൻ എന്റെ യൂട്യൂബിൽ സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിക്കും. പിന്നെ ചിന്തിക്കും, അതിനനുസരിച്ച് പല പല വേഷഭൂഷണാദികളിൽ വരും, സംസാരിക്കും. ഇന്നത്തെ ഈ വേഷഭൂഷണാദികളിൽ വരാൻ വേണ്ടിയിട്ട് എനിക്കൊരു തോട്ട് കിട്ടി. ഞാൻ അങ്ങനെ ഒന്നും രസമില്ലേ, കാണാൻ നന്നായില്ലേ? അപ്പോ നിരവധി ചതികൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അത് ഏതൊരു ആത്മീയമായ സംഘടനയിലാണെങ്കിലും അവിടെ വളർന്നു വരേണ്ടതിന് അവിടെ വളർന്നു വരുന്ന ചെയ്യും. കുറച്ച് സമയം എടുക്കും. എന്നെ സംബന്ധിച്ച് ബ്രഹ്മകുമാരീസിൽ വളർന്നു വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബ്രഹ്മകുമാരീസിൽ എങ്ങനെ ഇടിച്ചു കയറി ഏറ്റവും നല്ല ഒരു സേവാധാരിയാവാം, അങ്ങനെ ഒരു പരിപാടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സേവാധാരിയാവാം, അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല സേവാധാരി, എവിടെ? പ്രപഞ്ചത്തിന് സേവനം ചെയ്യും. അതിന് ഒരു തടസ്സമല്ല ബ്രഹ്മകുമാരീസോ ബാക്കിയുള്ളവരോ. അത് എന്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. എൻ്റെ ഉള്ളിലുണ്ട് കുറെ സാധനങ്ങൾ. ഇവരൊക്കെ ജന്മെടുത്ത് ഇല്ലാതെ നശിപ്പിച്ച് കൊണ്ടുവന്ന അതേപോലെ തന്നെയാണ് 63 ജന്മം എനിക്കുണ്ട്. ഈ 63 ജന്മത്തിൽ ഞാൻ ചെയ്ത കർമ്മങ്ങൾ, അതിന്റെ പാപങ്ങൾ ചെറുതൊന്നല്ല, അതുണ്ട്. അപ്പൊ അതിന്റെ കുറെ സംസ്കാരങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. അതില്ലാതാക്കാൻ യോഗം തന്നെ. യോഗം ചെയ്ത് പതുക്കെ അത് ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്കും ചെയ്യാം. നല്ലവണ്ണം യോഗം ചെയ്ത് ആർക്കും ചെയ്യാം. കാരണം ഇത് യോഗികളുടെ ലോകമായി മാറാൻ പോവാണ്. യോഗികളുടെ മാത്രം ലോകമായി മാറാൻ പോവാണ് 2500 വർഷത്തേക്ക്. ഒരു യോഗിയുടെ അല്ല, 9 ലക്ഷം യോഗികളിൽ നിന്നും തുടങ്ങി 33 കോടി യോഗികൾ മാത്രം വാഴുന്ന ലോകം. പക്ഷെ ഇന്നോ 700 800 900 1000 കോടി ജനങ്ങളാണ് മൊത്തത്തിൽ ഭരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഭരണഘടനയാണ്. അപ്പൊ ഓരോരുത്തരുടെ സങ്കല്പങ്ങൾ, അതാണ് ഡ്രാമ. ഓരോരുത്തരുടെ സങ്കല്പങ്ങൾ പല രീതിയിൽ നടക്കും. റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് കുറുകെ ഇരുമ്പ് തണ്ട് വെച്ചു. അതൊരുത്തൻ ചെയ്തതാണ്. ഒരുത്തനാണോ ഒരു ടീമാണോ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതൊരു ഭാഗം. പിന്നെ റഷ്യ ഉക്രൈനിന് കുറെ ബോംബിട്ടു, പറഞ്ഞ അങ്ങോട്ട് കുറെ ബോംബിട്ടു. അതൊരു കൂട്ടർ വേറെ ചെയ്തത്. പിന്നെ നമ്മുടെ ഇലോൺ മസ്ക് ചെയ്യുന്നത്, അതുപോലെ വേറെ മറ്റുള്ളവർ ചെയ്യുന്നത്, അങ്ങനെ നിരവധി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടേയിരിക്കും. പരസ്പരം വെറും ചതി. ഈ ചതികൾ മൊത്തം ഇല്ലാതെയാവണം. എവിടെ ഇല്ലാതെയാവും? ഓരോന്ന് ഘട്ടമായിട്ട് ഇല്ലാതെയാവും. എങ്ങനെ ഇല്ലാതെയാവും? പതുക്കെ പുതിയത് വരുമ്പോ പഴയത് അവിടെ ഇങ്ങനെ ഇല്ല. പഴയതിന് ശക്തി കുറയും. പഴയതിന് ഇതിനൊന്നും ചെയ്യാൻ കഴിയാതെ